അപ്പൊ നമ്മളിന്ന് പുതിയൊരു അറ്റംപ്റ്റ് നടത്താൻ പോവാണ്. നമ്മൾ ചിക്കൻ നന്നായിട്ട് അരപ്പൊക്കെ പുരട്ടിയതിന് ശേഷം കനലിൽ ചുട്ടെടുക്കാൻ പോവാണ്. അതൊരു പുതിയ അറ്റംപ്റ്റ് ആട്ടോ. നമ്മൾ മുമ്പേ ഇതൊന്നും ഇങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്ക് നല്ലൊരു സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പൊ എല്ലാവരും ചെയ്യുന്നത് പോലെ നമ്മൾ ഡയറക്റ്റ് അതിനകത്ത് അരപ്പ് പുരട്ടില്ല. ഞാൻ ചെയ്തേക്കുന്നത് എന്താന്ന് വെച്ചാൽ ആദ്യമേ ഞാനിത് കുറച്ച് നന്നായിട്ട് ചിക്കനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം അതിനകത്ത് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് പുരട്ടിയതിന് ശേഷം ഒരു 5 മിനിറ്റ് ഞാനതൊന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിപ്പോൾ ആവി കയറ്റണ്ടെന്നുണ്ടെങ്കിൽ ഈ ഭാഗം ഒന്ന് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്തെല്ലാം ഒരു കോട്ടിങ്ങും കൂടെ കൊടുക്കുന്നുണ്ട്. ഞാൻ നന്നായിട്ട് അരപ്പ് പുരട്ടാൻ പോവുകയാണ് ഒന്നുകൂടെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറെ വലിയൊരു ബൗൾ എടുക്കാം. അപ്പൊ നമുക്ക് ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ ഇതിനകത്തേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ഞാൻ കുറച്ച് മുമ്പേ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ആവി കയറ്റാൻ നേരത്ത്. അപ്പോൾ ഇപ്പൊ ഒരു 1/2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 2 സ്പൂൺ, ഇത് എരിവില്ലാത്ത മുളക് പൊടി കേട്ടോ. അപ്പൊ ഒരു 2.5 സ്പൂൺ മുളക് പൊടി. ഇനി ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു 1/2 സ്പൂൺ ഗരം മസാല. നമുക്ക് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കാനുള്ളത്. അതൊരു 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടെ ഒരു 1.25 സ്പൂൺ 1.5 സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നല്ലൊരു ടേസ്റ്റ് ആണ് നമുക്ക്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. നമുക്ക് കുറച്ചധികം ചേർത്ത് കൊടുക്കണമെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. അത് മൊത്തം ചേർത്ത് കൊടുക്കാം. ഒരു 2.5-3 ടേബിൾ സ്പൂൺ അടുപ്പിച്ച് വരും കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് എടുക്കുന്ന ചിക്കൻ അനുസരിച്ച് വ്യത്യാസം വരാം. ഓക്കെ, ഇനി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു നാരങ്ങയാണ്. ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇപ്പം നാരങ്ങയ്ക്ക് നീര് കുറവായതുകൊണ്ടാണ്. നല്ല നീരുള്ള നാരങ്ങയാണെങ്കിൽ 1/2 മുറി ചേർത്താലും മതിയാവും കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഉപ്പ് ഞാൻ പറഞ്ഞല്ലോ, ആവി കയറ്റാൻ നേരത്ത് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് ഒരു 2 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഒരുപാട് പുളിയുള്ള തൈര് ചേർക്കരുത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. നമ്മളൊരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് നമ്മളിങ്ങനെ കനലിലൊക്കെ ചുട്ടെടുക്കാൻ പോകുന്നത്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുവാണെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ. അപ്പൊ നമ്മുടെ അരപ്പിനൊക്കെ ഉപ്പൊക്കെ ഉണ്ടോന്നൊന്ന് നോക്കുക കേട്ടോ. അരപ്പിന് ഉപ്പൊക്കെ കറക്റ്റാണ്. നമ്മുടെ ചിക്കനിലേക്ക് നമുക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം. നമുക്കിതിനകത്തേക്ക് നമ്മൾ ആവിയിൽ ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയോണ്ട് തന്നെ പെട്ടെന്ന് ഇരുന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് തേച്ച് കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങൾക്ക് നിർബന്ധമില്ല. നിങ്ങൾക്ക് ആവി കയറ്റണ്ടെന്നുണ്ടെങ്കിൽ അല്ലാണ്ട് തന്നെ അരപ്പ് ഡയറക്റ്റ് ഇങ്ങനെ പുരട്ടിയാൽ മതി കേട്ടോ. ഇതിൻ്റെ അകത്തോട്ടും എല്ലായിടത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പം നമ്മൾ അരപ്പെല്ലാം പുരട്ടി നമ്മുടെ കാലൊക്കെ ജസ്റ്റ് വാഴയില വെച്ച് ഒന്ന് കെട്ടി വെച്ചേക്കുവാണ്. ഇനി നമുക്കിത് ചുട്ടെടുത്താൽ മാത്രം മതി. അതിന് മുമ്പ് ഇതൊരു 1/2 മണിക്കൂർ ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ മാറ്റി വെക്കണം. ഇത് നമുക്ക് അതാദ്യം ചെയ്യാം. അപ്പൊ ഞങ്ങളുടെ കോഴിയെ ഞങ്ങൾ കമ്പിനകത്താക്കി വെച്ചു. കാണാലോ, അത് എങ്ങനെ എത്രത്തോളം എത്തുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും സക്സസ് ആവുമെന്ന് തന്നെയാണ് വിശ്വാസം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. സാധാരണ നമ്മൾ ഇതിനകത്ത് അത് കാലൊക്കെ ജസ്റ്റ് ഒന്ന് കെട്ടി വെക്കുമല്ലോ, അല്ലെങ്കിൽ അത് വിടർന്നു പോകും. അതുകൊണ്ട് നമ്മൾ സാധാരണ ചങ്കൂസ് അല്ലെങ്കിൽ കമ്പി ഇതൊക്കെയാണ് സാധാരണ കെട്ടാറ്. നമ്മൾ അതൊന്നും അല്ല കെട്ടിയേക്കുന്നത്. നമ്മൾ ശരിക്കും വാഴവള്ളിയാണ്. അത് കുറച്ചുകൂടെ ഹെൽത്തിയാണ്. പിള്ളേർക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വാഴവള്ളിയാണ് ഉപയോഗിച്ചേക്കുന്നത്.
ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് കത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ, കുറച്ച് ടൈം എടുക്കും ഒന്ന് ആയി വരാനായിട്ട്. ഇപ്പം എന്താ നന്നായിട്ട് തീ കത്തുന്നുണ്ട്. ഒരു സൈഡ് ഏകദേശമൊക്കെ ചെറിയൊരു കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കി വെച്ചു. നമ്മൾ ജസ്റ്റ് ഇതൊന്ന് പുഴുങ്ങിയിട്ടല്ലേ ചെയ്തേക്കുന്നേ, അതുകൊണ്ട് നമ്മൾ സ്ലോലി പിടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ എല്ലാം കൂടെ കുറെ വെന്തിരിക്കുന്നത് കൊണ്ട് താഴ്ന്നു വീഴും കേട്ടോ. അപ്പം ഞങ്ങൾ അതാണ് ഒരു സപ്പോർട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മറിച്ച് വെച്ചത്, ഒന്ന് കറക്കി കൊടുത്തത്. കനലൊക്കെ നന്നായിട്ട് കത്തുന്നുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ ഒരു സൈഡൊക്കെ ഏകദേശം നന്നായിട്ടായി. നമുക്ക് ഒന്നും കൂടെ ഒന്ന് കറക്കി വെച്ചു കൊടുക്കണം. ഇതേ ഇപ്പം നമ്മുടെ മേൽഭാഗം നന്നായിട്ട് കണ്ടോ മൊരിഞ്ഞു വന്നേക്കുന്നേ. ഇതേ അപ്പം നമ്മുടെ കറങ്ങുന്ന കോഴി ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളിതാ കമ്പിന്ന് എടുക്കാൻ പോവാണ്. അതിൻ്റെ ഫൈനലെത്തി. അപ്പോൾ അത് ഏകദേശം സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതേ നമ്മുടെ ചിക്കൻ ദാ പ്ലേറ്റിൽ ഇങ്ങനെ സുന്ദര കുട്ടപ്പനായിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ നമ്മളൊന്ന് കട്ട് ചെയ്ത് എങ്ങനെ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ കാല് തന്നെ കട്ട് ചെയ്യാം. എന്താ മണം കേട്ടോ, രക്ഷയില്ല. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. കാല് ഞാൻ ഒരു പീസ് കട്ട് ചെയ്ത് കയ്യിലോട്ട് എടുത്തു. ഇനി നമ്മുടെ ആമിക്കുട്ടി ഇതൊന്ന് കഴിച്ചു നോക്കിയിട്ട് പറയും. ചിക്കൻ എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കിയിട്ട് പറ. അടിപൊളി, സൂപ്പർ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ പറ. ഓക്കെ, അപ്പൊ സൂപ്പറാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വീട്ടിൽ തന്നെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കിടിലൻ. അപ്പൊ നമുക്ക് കുറച്ച് ബൊഫേ ആയിട്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ടോസ്റ്റഡ് സാലഡ് ആണ്. പിന്നെ വന്നിട്ട് നമ്മുടെ ഇത് സ്വീറ്റ് ചിക്കൻ, പിന്നെ നമ്മുടെ കറങ്ങുന്ന കോഴി, ചപ്പാത്തി, ഒരു സ്വീറ്റ് ആൻഡ് സോസ്. എല്ലാവരും നമ്മുടെ വീഡിയോസ് എല്ലാം കാണുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് കാണാം. അതുവരെ കീപ് വാച്ചിങ്. താങ്ക് യു, ലവ് യു ഓൾ.